1949 ജൂലൈ 1 സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് സംസ്ഥാന രൂപീകരണം. തിരുവനന്തപുരം സംസ്ഥാന തലസ്ഥാനം, കൊച്ചിയിൽ ഹൈക്കോടതി. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് രാജപ്രമുഖായി ചുമതലയേറ്റു. 1949 മുതൽ 1956 വരെ തിരുക്കൊച്ചിയിൽ കടുത്ത രാഷ്ട്രീയ അസ്ഥിരതയാണുണ്ടായത്. 5 മുഖ്യമന്ത്രിമാർ: പറവൂർ നാരായണപിള്ള, സി കേശവൻ, എ ജെ ജോൺ, പട്ടംതാണുപിള്ള, പനമ്പിള്ളി ഗോവിന്ദമേനോൻ. 1956 മാർച്ച് 23 പനമ്പിള്ളി രാജിവെച്ചതിനെ തുടർന്ന് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാവുകയും തിരുക്കൊച്ചിയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. 1953 ഫസൽ അലി കമ്മീഷൻ അഥവാ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങളായി ഫസൽ അലി, സർദാർ കെ.എം. പണിക്കർ, എച്ച്.എൻ. കുൻസുറു. കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് 1956 അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയും ഭാഷയും അടിസ്ഥാനമാക്കി 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറികളും രൂപീകരിക്കപ്പെട്ടു. 1956 നവംബർ 1 പഴയ തിരുവിതാംകൂറിന്റെ ഭാഗമായ തമിഴ് സംസാരിക്കുന്ന മേഖലകളായ അഗസ്തീശ്വരം, കൽക്കുളം, ഇളവങ്കോട് കൂടെ ചെങ്കോട്ടയുടെ ഒരു ഭാഗവും തമിഴ്നാടിന് വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ മുൻ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായ മലബാർ ജില്ലയും സൗത്ത് കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർത്ത് കേരള സംസ്ഥാന രൂപീകരണം. സംസ്ഥാന രൂപീകരണത്തോടെ രാജപ്രമുഖ് പദവി ഇല്ലാതാകുകയും കേരളത്തിന്റെ ആദ്യ ആക്ടിംഗ് ഗവർണറായി PS റാവു അധികാരമേറ്റു. തുടർന്ന് B രാമകൃഷ്ണ റാവു ഔദ്യോഗിക ഗവർണറായി ചുമതലയേറ്റു. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നടന്ന 1ാം നിയമസഭയിലേക്കുള്ള ആദ്യ പൊതു തിരഞ്ഞെടുപ്പ്. 126 മണ്ഡലങ്ങൾ, 12 ദ്വയാംഗ മണ്ഡലങ്ങൾ. മത്സര രംഗത്ത് കോൺഗ്രസ്, CPI കൂടാതെ PSP, RSP തുടങ്ങിയ പാർട്ടികൾ. അട്ടിമറികളില്ല, സായുധ പോരാട്ടമില്ല, രക്തച്ചൊരിച്ചിലില്ല. ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 60 എണ്ണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്വന്തമാക്കി. 5 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പിന്തുണയോടെ 1957 ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ആദ്യ പ്രോടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ്, ആദ്യ സ്പീക്കർ R ശങ്കരനാരായണൻ തമ്പി, ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ KO ഐഷാബായി, ആദ്യമായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് രമേശ് റാവു, ആദ്യ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ തുടങ്ങി ഒരു പിടി റെക്കോർഡുകൾ. വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളുടെ സമഗ്രമായ പരിഷ്കരണത്തിനും ജമ്മിത്തത്തിന്റെ അവസാനത്തിനും വേണ്ടി നിയമനിർമ്മാണങ്ങൾ. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ല്, റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ഗൗരിയമ്മ അവതരിപ്പിച്ച ഭൂപരിഷ്കരണ ബില്ല്, കൂടാതെ 1957 ഏപ്രിൽ 11 കുടിയൊഴിക്കൽ തടഞ്ഞുകൊണ്ടുള്ള ഓർഡിനൻസ്. ഈ ബില്ലുകൾ വ്യാപകമായ വിമർശനത്തിനും ജാതി മത സംഘടനകളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും എതിർപ്പിനും സംയോജിത സമരത്തിനും കാരണമായി. വിമോചന സമരം അഥവാ ലിബറേഷൻ സ്ട്രഗിൾ, സമരങ്ങളുടെ തീരാത്ത പരമ്പര. ഇതേ തുടർന്ന് ഭരണഘടനയിലെ അനുച്ഛേദം 356 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുകയും ചെയ്തു.